കൊരിന്ത്യസുകാർക്കെഴുതിയ കൊരിന്ത്യസുകാർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. കൊരിന്ത്യസുകാർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7 മുതൽ. നിങ്ങൾ പുളിപ്പില്ലാത്ത മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. വലതുകം ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുപറയാം: നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നമുക്ക് വചനം വായിച്ചു പഠിക്കാം. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യൻ അച്ഛ, ജോസഫ് അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ നോക്കി എല്ലാവരും ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അച്ഛനറിയാം നാളെ പുളിപ്പില്ലാത്ത അപ്പവും അല്ലെ പാലൂർക്കും ഒക്കെ ഉണ്ടാക്കേണ്ടതാണ്, അല്ലെ അരി പൊടിപ്പിക്കേണ്ടതാണ്, അങ്ങനെ പലതും ഒക്കെ ചെയ്യേണ്ടതായിട്ടും അതെല്ലാം ക്രമപ്പെടുത്തി ഇന്ന് ഈ വചന ശുശ്രൂഷയിലേക്ക് ഓടി വരാൻ നിങ്ങൾ കാണിച്ച തീക്ഷ്ണതയ്ക്ക് പ്രത്യേകം നന്ദിയും അഭിനന്ദനവും അറിയിക്കട്ടെ. നമ്മളുടെ ഈ ദിവസങ്ങളിലൊക്കെയുള്ള ചിന്തകൾ ചില ആളുകൾ ചോദിച്ചു, അച്ഛാ ഞങ്ങൾക്ക് പെസഹ അപ്പം ഉണ്ടാക്കാവോ? അച്ഛൻ ചോദിച്ചു, എന്തു പറ്റി? അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരു മരണം നടന്നിട്ടുണ്ട്, പെസഹ അപ്പം ഉണ്ടാക്കാവോ? മരണം ഈ അടുത്ത് 1 വർഷമായിട്ടില്ല, മരണം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഭർത്താവുമായി വേർപിരിഞ്ഞ് നിൽക്കുകയാണ്, എനിക്ക് പെസഹ അപ്പം ഉണ്ടാക്കാവോ? ഡിവോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്, എനിക്ക് പെസഹ അപ്പം ഉണ്ടാക്കാവോ? അങ്ങനെ പല ചോദ്യങ്ങൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആർക്കാണ് പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് അനുവാദമുള്ളത്? അല്ലെങ്കിൽ ഒരു കുടുംബം ചോദിച്ചു, ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് പെസഹ അപ്പം ഉണ്ടാക്കാവോ? പലതരത്തിൽ സംശയങ്ങളുണ്ട്. പെസഹ അപ്പം ആർക്കാണ് ഉണ്ടാക്കാവുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നത് എന്നൊക്കെ നിയമങ്ങൾ കൂടിക്കൂടി വരുന്നത് കേൾക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ നിയമം വരുന്നതെന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പെസഹ അപ്പം കർത്താവിനോട് സ്നേഹമുള്ള ആർക്കും ഉണ്ടാക്കാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഇപ്പൊ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ പെസഹ അപ്പം ഉണ്ടാക്കാതിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കാരണം മരിച്ച ആളെക്കാളും വലുത് ആരാണ്? കർത്താവാണ്. മരിച്ച ആളാണോ വലുത്? കർത്താവാണോ വലുത്? കർത്താവാണ് വലുത്.
അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ ആരാണ് പാപികളല്ലാത്തത്? നമ്മുടെ പാപങ്ങൾക്ക്, കുറവുകൾക്ക് പരിഹാരമായിട്ടാണ് ആര് മരിച്ചത്? ഈശോ മരിച്ചത്. പെസഹ അപ്പം ഉണ്ടാക്കുന്നവർ എന്താണ് ആഘോഷിക്കുന്നത്? ഈശോ എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു എന്നതാണ് ആഘോഷിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്ന കുഞ്ഞാടാണ്. നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്ന കുഞ്ഞാടിനെ ആഘോഷിക്കാൻ കുറവുള്ള ആർക്കും അവകാശമുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞ് അവരെ പെസഹ അപ്പം ഉണ്ടാക്കുന്നതിൽ നിന്നും കഴിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്നവനല്ല കർത്താവ്. കുറവുകളുള്ളവർക്ക് വേണ്ടി സ്വയം അപ്പമായി മാറിയവനാണ് ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ ആചാരങ്ങൾ പറഞ്ഞ് ആത്മീയത നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾക്ക് പ്രധാനപ്പെട്ടത്, ആചാരങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് എന്താണ്? ആത്മീയതയാണ്, സ്പിരിച്വാലിറ്റിയാണ്. ഹല്ലേലൂയ. മതാത്മകതയേക്കാൾ പ്രധാനപ്പെട്ടത് ആത്മീയതയാണ്. ഹല്ലേലൂയ. മതാത്മകത എന്ന് പറയുന്നത് ഒരു കിണർ പോലെയാണെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് ഉറവയാണ്. നമ്മൾ ഉറവിടങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ആരാണ് പുളിപ്പില്ലാത്ത അപ്പം, പെസഹ അപ്പം ആരാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് പെസഹ അപ്പം രൂപപ്പെടുത്തേണ്ടത് എന്നതാണ്. നിങ്ങൾ വീട്ടിൽ പാചകം ചെയ്യുന്ന അപ്പത്തെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഓരോരുത്തരും, പൗലോസ് പറയുകയാണ്, നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ആകേണ്ടവരാണല്ലോ. ഹല്ലേലൂയ. ആരാണ് പുളിപ്പില്ലാത്ത അപ്പമാകേണ്ടത്? ഓരോ വിശ്വാസിയും പുളിപ്പില്ലാത്ത അപ്പമാകണം. ചില വിശ്വാസികൾ പുളിപ്പുള്ള അപ്പമാണ്. ഹല്ലേലൂയ. പുളിപ്പുള്ള അപ്പമായ വിശ്വാസികളൊന്ന് കൈവക്കേ. ആരുമില്ല ഇവിടെ? ഒരു ചേച്ചി മാത്രമുള്ളോ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പുളിപ്പുള്ളവരല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുളിപ്പുകൾ ഏതൊക്കെയാണെന്നൊരു 7 എണ്ണം പൗലോസ് നിരത്തി പറയുന്നുണ്ട്. നമ്മളിൽ ആദ്യം പുളിപ്പുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് 9-ാമത്തെ വചനം മുതൽ 13-ാമത്തെ വചനം വരെ വായിക്കുമ്പോൾ 7 പുളിപ്പുകളെ കുറിച്ചുള്ള സൂചനകള് പൗലോസ് തരുന്നുണ്ട്. 9 മുതൽ നമ്മൾ വായിക്കാണ്. ആദ്യം നമ്മൾ പുളിപ്പില്ലാത്തവരാകണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഞങ്ങളിലൊന്നും പുളിപ്പില്ലച്ചോ, അല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ നമ്മളിൽ പുളിപ്പുണ്ടോ? നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പത്തിന് പുളിപ്പുണ്ടോ എന്ന് തിന്നു നോക്കുന്നവര് പറയണം. ഹല്ലേലൂയ. അപ്പോൾ 9 മുതൽ ഒന്ന് വായിക്കുകയാണ്. 7 പുളിപ്പുകൾ നമ്മൾ അതിൽ നിന്ന് പിക്കപ്പ് ചെയ്യാണ്. ഒന്ന് വായിച്ചേ. വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. അപ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്ന 1-ാമത്തെ പുളിപ്പ് ഏതാണ്? വ്യഭിചാരം എന്ന് പറയുന്ന പുളിപ്പ്. എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ദുർമോഹം എന്ന് പറയുന്ന പുളിപ്പ്. അത് കണ്ണുകൊണ്ടാകാം, കാതുകൊണ്ടാകാം, ശരീരം കൊണ്ടാകാം, വാക്കുകൊണ്ടാകാം. അശുദ്ധി എന്ന് പറയുന്ന, വ്യഭിചാരം എന്ന് പറയുന്ന പുളിപ്പ്. ഒരു സഹോദരി പറഞ്ഞു, ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സഹോദരി പറഞ്ഞു, കല്യാണം കഴിക്കാത്ത സഹോദരിയാണ്. അവൾക്ക് 4 പുരുഷന്മാരുമായി ശാരീരിക ബന്ധമുണ്ടായിരുന്നു. 10-ലധികം പേരുമായി ഫോൺ സെക്സ് ഉണ്ടായിരുന്നു. അത് പലതരത്തിൽ ഇങ്ങനെ പാപത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിൽ നിന്ന് മോചനം വേണം. ഇതാണ് പ്രാർത്ഥനാ നിയോഗം.
ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയ ഒരു സ്ഥലത്ത് വെച്ച് ഇവളുടെ ഒരു പഴയ കൂട്ടുകാരനെയുമായി കാണുകയും ആ ബന്ധമൊക്കെ ഉപേക്ഷിച്ചിരുന്നതാണ്. പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്ത് വെച്ചാണ് വീണ്ടും കണ്ടുമുട്ടുകയും വീണ്ടും പാപം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഉപേക്ഷിച്ച പാപത്തിലേക്ക് വീണ്ടും വീഴുകയാണ്. അപ്പോൾ പാപം ചെയ്യാൻ ആഗ്രഹിക്കാത്ത മനുഷ്യന് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീണു പോകുന്ന പ്രവണത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു പുളിപ്പ് അവിടെ നിൽക്കട്ടെ. അടുത്തത് തുടർന്ന് വായിച്ച 10. ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും പൗലോസ് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ പുളിപ്പാണ് അത്യാഗ്രഹം എന്ന് പറയുന്ന പുളിപ്പ്. നമ്മളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു പുളിപ്പില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിൽ എന്തുണ്ട്? പുളിപ്പുണ്ട്, അത്യാഗ്രഹമുണ്ട്. ഇപ്പൊ ഉള്ളത് പോരാ, കുറച്ചുകൂടെ വേണം. ഇനി അത് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെയും വേണം. അതും കിട്ടിക്കഴിഞ്ഞാലോ എത്ര കിട്ടിയാലാണ് മതിയാവുന്നത്? ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഉള്ള സാരിയൊക്കെ മതിയോ? മതി. ഒരെണ്ണം കൂടി തരട്ടെ? തന്നോ. രണ്ടെണ്ണം കൂടി തരട്ടെ? തന്നു. സ്വർണത്തിന് എന്താണ് വില കുറയാത്തത്? കുറയുന്നു, കൂടുന്നു. നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് കുറയണ്ടേ? എത്ര കൂടിയാലും നമ്മൾ വാങ്ങും. ഹല്ലേലൂയ. സ്വർണ്ണക്കടകളിൽ ചെന്ന് ചോദിക്കും, നിങ്ങള് വില കൂടിയത് കൊണ്ട് കച്ചവടം കുറഞ്ഞോന്ന്. ഇല്ലച്ചോ, വില കൂടിയോണ്ട് കച്ചവടം കൂടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? 10 സെന്റ് കിട്ടിയ ആൾക്ക് ഒരു 1/2 സെന്റും കൂടി വേണോന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയോ? ഒരാളും പറയല. അല്ലെങ്കിൽ ഒരു 10 ഏക്കറുള്ള ഒരാളോട് ഒരു 10 സെന്റ് കൂടെ തരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയോ? ഇല്ല. ആ 10 ഏക്കറിൽ നിന്ന് ഒരു 2 സെന്റ് ചേട്ടാ വഴി വിട്ടു തരുമെന്ന് ചോദിച്ചാ തരാന്ന് പറയോ? ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത്യാഗ്രഹമുള്ളവരാണ് നമ്മൾ. വീട് പണിയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും, ഇനി പരീക്ഷ എഴുതിയവർ മാർക്ക് കിട്ടാനാണെങ്കിലും എന്താണ്, നമുക്ക് എന്തുണ്ട്? ഒരു കൊച്ചു പറഞ്ഞു, അച്ഛാ എനിക്ക് മാത്സിന് എന്തായാലും എനിക്ക് A+ കിട്ടൂല, ഞാൻ അത് മര്യാദക്ക് എഴുതിയിട്ടില്ല, എനിക്ക് എന്തായാലും A+ കിട്ടൂല. പക്ഷെ അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് A+ മേടിച്ചു തരണം. ഹല്ലേലൂയ. അതിനെന്താണ് പറയുന്നത് മക്കൾ? അതിനെന്ത് പറയും? നമുക്ക് കിട്ടാത്ത, അർഹതയില്ലാത്തതിനെ നമുക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന് എന്ത് പറയും? എന്ത് പറയും? ഹല്ലേലൂയ. അത് മാർക്കാണെങ്കിലും കൊള്ളാം, എന്താണെങ്കിലും കൊള്ളാം. നമുക്ക് ഒരു കൊച്ചു പറയും, എനിക്ക് കിട്ടൂല അച്ഛൻ, കിട്ടൂല. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച് മേടിച്ചു തന്നെ. അപ്പോൾ നമുക്ക് അർഹതയുള്ളത് നമുക്ക് ലഭിച്ചാൽ മതി എന്ന് മക്കളെ, ഇവിടെ ഇരിക്കുന്ന മക്കള് അച്ഛൻ കാണുന്നുണ്ട്, കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈശോയെ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ കൂടെ ഞാൻ അധ്വാനിച്ച് പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്, ഇനി അർഹതപ്പെട്ടത് കിട്ടിയാൽ മതി. അങ്ങനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത്, അപ്പൊ അതാണ് രണ്ടാമത്തെ പുളിപ്പ് എന്ന് പറയുന്നത്. അടുത്ത പുളിപ്പ് തുടർന്ന് വായിച്ചേ. കള്ളന്മാരെയും. അപ്പൊ പിന്നത്തെ പുളിപ്പ് എന്താണ്? മോഷണം എന്ന് പറയുന്ന ഒരു പുളിപ്പ്. അതാണ് കള്ളന്മാര്, അല്ലെങ്കിൽ വഞ്ചന. വേറെ വരുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ, നോക്കാം. കള്ളന്മാരെന്ന് പറഞ്ഞാൽ തട്ടിപ്പ് കാണിക്കുന്നവര്, പറഞ്ഞു പറ്റിക്കുന്നവര്. ഹല്ലേലൂയ. മോഷ്ടിക്കുന്നവര്. അപ്പോൾ അതൊരു വേറൊരു പുളിപ്പാണ്. ഹല്ലേലൂയ. എന്താണ് മോഷ്ടിക്കുന്നത്? വേറൊരാൾക്ക് അവകാശപ്പെട്ടത് ഞാൻ എന്റേതാക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണ് മോഷണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് കോപ്പി റൈറ്റ്. മോഷ്ടിച്ചു, വേറൊരാൾ എഴുതിയ കഥ അല്ലേ മോഷ്ടിച്ചു, അങ്ങനെ പറയുന്നത് കേട്ടുണ്ട്. അപ്പോ പലതും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മോഷണങ്ങൾ നടക്കാറുണ്ട്. ഹല്ലേലൂയ.
ഇനി അച്ഛന് അങ്ങനെ ഒരു അനുഭവമുണ്ട്. അച്ഛൻ കമ്പോസ് ചെയ്ത 10 പാട്ടുകൾ വേറൊരു കമ്പനിക്കാര് എടുത്ത് അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ. അവരുടേതാണെന്ന് പറഞ്ഞ് അവർ അപ്ലോഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ആ പാട്ട് പാടുമ്പോ നമുക്ക് കോപ്പിറൈറ്റ് വരുവാണ്. ഹല്ലേലൂയ. അച്ഛന്റെ 10 പാട്ടുകൾ ഇപ്പൊ അച്ഛന് പാടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് കള്ളന്മാർ. എന്നിട്ട് അച്ഛൻ അവരെ വിളിച്ചു, നിങ്ങൾ അതിൽ നിന്നൊന്ന് മാറ്റി, ഇപ്പൊ തന്നെ മാറ്റിയേക്കാന്ന് പറഞ്ഞു. എവിടെ മാറ്റാം? 5 കൊല്ലമായി. പ്രിയപ്പെട്ടവരെ, കള്ളന്മാർ. തുടർന്ന് വായിച്ചേ. വിഗ്രഹാരാധകർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശോയിലല്ലാതെ വേറെ എന്തിലെങ്കിലും ഈശോയേക്കാൾ അധികം നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വിഗ്രഹാരാധനയാണ്. അത് മക്കളാകാം, വ്യക്തികളാകാം, വസ്തുക്കളാകാം. ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ഈശോയേക്കാൾ അധികം പ്രാധാന്യം കൊടുക്കുന്ന സാഹചര്യമാണ് വിഗ്രഹാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ അടുത്തിടെ കുറച്ചു നാൾ മുമ്പ് ഒരു വീട്ടിൽ പോയി. അവിടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ തിരുഹൃദയത്തിന്റെ രൂപമുണ്ട്, തൊട്ടടുത്ത് മാതാവിന്റെ രൂപമുണ്ട്. അതിന്റെ താഴെ ഒരു കുടത്തില് വേറൊരു വിഗ്രഹം, ഒരു ബുദ്ധന്റെ വിഗ്രഹം വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു രൂപം വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഉറപ്പില്ല ആരാണ് രക്ഷിക്കുന്നത് ആരാണെന്ന് ഉറപ്പില്ല. ഹല്ലേലൂയ. ഉറപ്പുണ്ടെങ്കിലും ഇതുകൂടെ ഇരിക്കട്ടെ, ഒരു മേമ്പൊടിക്ക് ഇതുകൂടെ ഇരിക്കട്ടെ. കാര്യം ശരിയാണ്, ഈശോയിലല്ലാതെ വേറെ ആരിലും രക്ഷയില്ല എന്ന് കൈ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുമ്പോഴും ഇതുകൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്ന വിഗ്രഹാരാധന. പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിൽ എന്തുണ്ട്? പുളിപ്പുകളുണ്ട്. തുടർന്ന് വായിച്ചേ. ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത്. എല്ലാവരെയും ഉദ്ദേശിച്ച് ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഉണ്ട്. തുടർന്ന്, അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. തുടർന്ന് വായിച്ചേ. സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗികയോ. അപ്പൊ മറ്റൊരു പുളിപ്പിന്റെ പേര് പറയുകയാണ് അസന്മാർഗികത, ഇമ്മോറൽ ലൈഫ്. ഇമ്മോറൽ ലൈഫ്, നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ ആത്മപരിത്യാഗത്തിന്റെ ലൈംഗിക ജീവിതത്തിലെ വിശുദ്ധിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത് ഒന്ന് മാറ്റിവെക്കുകയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളാണ് നാളെ. എങ്ങനെ പുളിപ്പില്ലാത്ത അപ്പമാകാം എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മളിലുള്ള ചില പുളിപ്പുകളെ നമ്മൾ കണ്ടെത്തുകയാണ്. ഹല്ലേലൂയ. അസന്മാർഗിയോ, അത്യാഗ്രഹിയോ ഓൾറെഡി പറഞ്ഞതാണ്. വിഗ്രഹാരാധകനോ, പരദൂഷകനോ. അപ്പോൾ മറ്റൊരു പുതിയ പുളിപ്പിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. ഏതാണ് ആ പുളിപ്പ്? പരദൂഷണം എന്ന് പറയുന്ന പുളിപ്പ്. അങ്ങനെ ഒരു പുളിപ്പ് നമ്മളിലുണ്ടോ? ഉണ്ടോ ഇല്ലയോ? സന്തോഷം, സത്യം പറഞ്ഞല്ലേ. ഒടുവിൽ സത്യം പറഞ്ഞു. നമ്മളിൽ എന്തുണ്ട്? പരദൂഷണം എന്ന് പറയുന്ന പുളിപ്പുണ്ട്. എന്താണ് പരദൂഷണം എന്ന് പറഞ്ഞാൽ? അത് നിങ്ങളോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ചർച്ച ചെയ്ത് സമയം കളയണോ? വേണ്ട. ഹല്ലേലൂയ. അപ്പോൾ പരദൂഷണം എന്ന് പറയുന്ന പുളിപ്പ് നമ്മളിൽ ഉണ്ട്. തുടർന്ന് വായിച്ചേ. വേറൊരു പുളിപ്പ് മദ്യപനോ. അപ്പൊ അടുത്തൊരു പുളിപ്പ് ഏതാണ്? മദ്യപാനം എന്ന് പറയുന്ന പുളിപ്പ്. ഇപ്പോൾ മൊത്തത്തിൽ എത്ര പുളിപ്പായി? 6 എണ്ണമായി. തുടർന്ന് വായിച്ചെന്ന
മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. പുറമേയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? സഭയിലുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്? പുറമേയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും. ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 7 പ്രധാനപ്പെട്ട പുളിപ്പുകളാണ് പൗലോസ് സൂചിപ്പിച്ചിരിക്കുന്നത്. 1 വ്യഭിചാരം, 2 അത്യാഗ്രഹം, 3 മോഷണം, 4 വിഗ്രഹാരാധന, 5 പരദൂഷണം, 6 മദ്യപാനം, 7 അസന്മാർഗികത. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടെത്തുകയാണ്. ഇനി ഇത് കൂടാതെ ഉണ്ട്, വേറെ പുളിപ്പുകളുണ്ട്. അസൂയ എന്ന് പറയുന്നത് എന്താണ്? ഒരു പുളിപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അസൂയ ഉള്ളവരുണ്ടോ ഇവിടെ? ഉണ്ടോ? നിങ്ങളെക്കാൾ പഠിക്കുന്ന പിള്ളേര് പറയട്ടെ, നിങ്ങളെക്കാൾ 10 മാർക്ക് കൂടുതൽ നിങ്ങളുടെ കൂട്ടുകാരിക്ക് കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കേ. 10 മാർക്ക് വേണ്ട, നിങ്ങൾക്ക് 95% കിട്ടി, കൂട്ടുകാരിക്ക് 96 കിട്ടി. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കോ? തുള്ളിച്ചാടോ? ഇല്ലല്ലോ. ഹല്ലേലൂയ. അസൂയ എന്ന് പറയുന്ന ഒരു പുളിപ്പ്. പിന്നെ ഒരു പുളിപ്പുണ്ട്, അഹങ്കാരം എന്ന് പറയുന്ന പുളിപ്പ്. അങ്ങനെ ഒരു പുളിപ്പുണ്ടോ നമുക്ക്? അങ്ങനെ ഒരു പുളിപ്പുള്ളത് കൊണ്ടാണ് നമ്മളിൽ പുളിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങളിൽ പുളിപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കൊരു കുറവുമില്ല എന്ന് ഞാൻ പെർഫെക്റ്റ് ആണ്. പത്രോസിന്റെ കാലില് അങ്ങനെ ഒരു പുളിപ്പുണ്ടായിരുന്നു. അച്ഛൻ വരികയാണ് കാല് കഴുകുന്നതിലേക്ക്. കാല് കഴുകിയാണ് നമ്മെ പുളിപ്പില്ലാത്ത അപ്പമാക്കി മാറ്റുന്നത്. ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകിയത് എന്തിനാണ്? അവരെ പുളിപ്പില്ലാത്ത അപ്പമാക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്, ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകിയത് എളിമയുടെ പാഠം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എളിമയുടെ പാഠം പഠിപ്പിക്കാനാണെങ്കിൽ ഇവര് വന്ന നേരത്ത് കാല് കഴുകിയിരുന്നെങ്കിൽ ഓക്കെ. ഈശോ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? പത്രോസ് വിചാരിച്ചു ഈശോ എളിമ കാണിക്കാൻ വേണ്ടിയാണ് തന്റെ കാല് കഴുകുന്നതെന്ന് പത്രോസ് ചിന്തിച്ചു. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈശോ എന്നിട്ട് പറഞ്ഞു, എന്റെ കാല് കഴുകരുത് ചേട്ടാ, സാറേ എന്റെ കാല് കഴുകരുതെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞില്ലേ? അപ്പോൾ ഈശോ പറഞ്ഞു, മോനെ, ഞാൻ ഈ കാല് കഴുകുന്നത് നീ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയല്ല. നിനക്കിതിപ്പോൾ മനസ്സിലാവുകയില്ല. പിന്നെ കാല് കഴുകുന്നതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലാകാതിരിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒരാള് വന്ന് കാല് കഴുകുന്നു, അതിന്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി നാളെ വരെ കാത്തിരിക്കണം? വേണോ? വേണ്ട. പക്ഷേ ഈശോ പറഞ്ഞു, ഞാൻ കാല് കഴുകുന്നതിന്റെ അർത്ഥം നാളെ നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ, നാളെ പിറ്റേ ദിവസം സംഭവിച്ച കാര്യം ഏതാണ്? കുരിശ് മരണമാണ്. കുരിശ് മരണത്തിലൂടെ ചിന്തപ്പെട്ടത് രക്തമാണ്. ആ ചിന്തപ്പെട്ട രക്തത്തിലൂടെ മനുഷ്യന്റെ കരളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് അവന്റെ പാപത്തിന്റെ കറയാണ്. അത് ഞാൻ ഈ പാദം കഴുകുന്നത് നിന്റെ കരളിൽ നിന്ന് എന്റെ തിരുരക്തം കൊണ്ട് പാപത്തിന്റെ കറ മാറ്റാനാണെന്ന് ഇന്ന് നീ മനസ്സിലാക്കുകയില്ല, നാളെ നീ മനസ്സിലാക്കും. അപ്പോൾ കാല് കഴുകുന്നതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കേണ്ടത് പെസഹ വ്യാഴാഴ്ച നടന്ന സംഭവത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കേണ്ടത് കുരിശു മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കുരിശു മരണം സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ്? കുരിശു മരണം സംഭവിച്ചത് മനുഷ്യന്റെ പാപത്തിന്റെ കറകൾ മുഴുവനും കഴുകി മാറ്റാൻ വേണ്ടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു കാഴ്ചപ്പാടിൽ ഈശോ പാദം കഴുകിയത് കരളിലെ പാദത്തിലെ പൊടി മാറ്റാനല്ല, കരളിലെ കറ മാറ്റാനാണെന്ന് നിനക്ക് നാളെ മനസ്സിലാകും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നീ ഇന്ന് പുളിപ്പില്ലാത്ത അപ്പമായി മാറണമെങ്കിൽ
നമ്മൾ പുളിപ്പില്ലാത്ത മാവായി മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയും തിന്മയും ഈശോ തന്റെ കുരിശ് മരണത്തിലൂടെ ചിന്തിയ തിരുരക്തം കൊണ്ട് കഴുകി മാറ്റിയേ മതിയാവൂ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് പറഞ്ഞത്, ഞാൻ നിന്റെ കാല് കഴുകുന്നില്ല എങ്കിൽ നിന്റെ കാലിലെ പൊടി പോവുകയില്ല എന്നല്ല, എന്റെ എളിമ നീ മനസ്സിലാക്കുകയില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ നിന്റെ കാല് കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാവുകയില്ല. യു വിൽ നോട്ട് ഹാവ് എ ഷെയർ വിത്ത് മീ. പങ്കുണ്ടാവുകയില്ല. അപ്പൊ കാല് കഴുകിയത് എന്തിനു വേണ്ടിയാണ്? പങ്കുണ്ടാകാൻ വേണ്ടിയാണ്. എങ്ങനെ? ശ്രദ്ധിച്ച് കേൾക്കണം. കാല് കഴുകിയത് എന്തിനു വേണ്ടിയാണ്? പങ്കുണ്ടാകാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് പങ്കുണ്ടാവുകയില്ല? കാല് കഴുകിയില്ലെങ്കിൽ എന്തുകൊണ്ട് പങ്കുണ്ടാവില്ല? നീ ഇപ്പോൾ പുളിപ്പുള്ള അപ്പമാണ്, ഞാനിപ്പോൾ പുളിപ്പില്ലാത്ത അപ്പമാണ്. പുളിപ്പുള്ള അപ്പവും പുളിപ്പില്ലാത്ത അപ്പവും ചേർത്ത് വെക്കാൻ പറ്റില്ല. നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാകണമെങ്കിൽ ഞാൻ പുളിപ്പില്ലാത്ത മാവായിരിക്കുന്നത് പോലെ നീയും പുളിപ്പില്ലാത്തവനാകണം. എങ്കിൽ മാത്രമേ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാവുകയുള്ളൂ. കാലാകാലങ്ങളായിട്ട് നമ്മൾ കാല് കഴുകുന്നതിനെ എളിമയുടെ ശുശ്രൂഷ മാത്രമായി നമ്മൾ ചെറുതാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതില്ലെങ്കിലും ഈശോയ്ക്ക് തന്റെ എളിമ കാണിക്കാൻ കാല് കഴുകേണ്ട ഒരു ആവശ്യം, പ്രത്യേകിച്ച് ഞാൻ എന്റെ എളിമയൊന്ന് കാണിക്കട്ടെ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, കാലാണോ കഴുകേണ്ടത്, കൈയാണോ കഴുകേണ്ടത്? നിങ്ങളൊക്കെ എന്താ കഴുകാറ്? അതുപോലും കഴുകാറില്ല. ഹല്ലേലൂയ. കൈ തന്നെ കഷ്ടപ്പെട്ടാണ് കഴുകുന്നത്, പിന്നെയാണ് കാല്. അപ്പോൾ ഇവിടെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈശോ വാശി പിടിക്കുകയാണ്. നിന്റെ കാല് കഴുകണമെന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലെ കരളിലെ കറ, പാപത്തിന്റെ കറ, അശുദ്ധിയും തിന്മയുമാകുന്ന കറ എടുത്തു മാറ്റപ്പെടണം. കാരണം ശിഷ്യന്മാരുടെ ഉള്ളിലൊക്കെ കറയുണ്ടായിരുന്നു, പുളിപ്പുണ്ടായിരുന്നു. അച്ഛൻ ഏകദേശം ഒരു 10 പുളിപ്പിനെ കുറിച്ചെങ്കിലും നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ പ്രഭാഷണത്തിൽ തപാസ്നച്ചൻ പറഞ്ഞു, ഈശോയുടെ അന്ത്യത്താഴമേശ അവസാനമില്ലാതെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അന്ത്യത്താഴമേശയുടെ നീളം എവിടെ വന്നാണ് അവസാനിക്കുന്നത്? അത് നമ്മുടെ ഹൃദയത്തില് ജീവിതത്തിൽ വന്ന് അത് നിൽക്കണം. ഈ അന്ത്യത്താഴമേശയിൽ ആരാണ് ഇരിക്കേണ്ടത്? ഇരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അന്ത്യത്താഴമേശയിൽ വന്നിരിക്കാൻ തക്കവിധം എങ്ങനെ നമ്മൾ യോഗ്യതയുള്ളവരായി മാറും? അന്ത്യത്താഴമേശയിൽ വന്നിരിക്കണമെങ്കിൽ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യൂദാസിന്റെ ഹൃദയത്തിൽ വഞ്ചനയുടെ പുളിപ്പ്, അല്ലേ? സ്നേഹത്തിന്റെ ശരീരഭാഷയാണ് ചുംബനം. സ്നേഹത്തിന്റെ ശരീരഭാഷയായ ചുംബനം കൊണ്ട് അവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. അവന്റെ ഉള്ളിൽ വഞ്ചനയാണ്. അവൻ തക്കം പാർത്തിരിക്കുന്നത് എങ്ങനെ ഒറ്റിക്കൊടുക്കുമെന്നാണ്. എങ്ങനെ ഒറ്റിക്കൊടുക്കുമെന്ന് അവൻ തക്കം പാർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മലയാളി കുടുംബം വിദേശത്ത്, ഭാര്യയും ഭർത്താവും ചെറിയ വഴക്കുണ്ടാക്കി. ഭർത്താവ് വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഭാര്യ പോലീസിൽ വിളിച്ചറിയിച്ചു. പോലീസുകാർ വന്ന് കുറച്ചു നേരം പുറത്തു നിന്ന് ഒബ്സർവ് ചെയ്തു. അവള് ചെറിയ ചെറിയ പ്രൊവോക്കേഷൻ, ചെറിയ കാര്യം ചെറിയ സ്വരത്തിൽ പറയും പെണ്ണ്. അവന് പെട്ടെന്ന് ചൂടാവും, അവൻ ഒച്ചയിൽ സംസാരിക്കും. പക്ഷെ അവള് പറയുന്നതായിരിക്കും മുഴുത്തത്, അത് ചെറിയ സ്വരത്തിൽ പറയും. എന്നിട്ട് അവനെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കും. അങ്ങനെ ഇവൻ ഒച്ച ഉണ്ടാക്കി. ഈ ഒച്ച കേട്ട് പോലീസുകാർ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി.
ജയിലിൽ കിടക്കാണ് പാവം. പ്രിയപ്പെട്ടവരെ, അവൾ ഇപ്പോൾ അവളുടെ വേറൊരു കൂട്ടുകാരന്റെ കൂടെ താമസിക്കുകയാണ്. വഞ്ചനയുടെ പുളിപ്പുള്ള മനുഷ്യർ രണ്ടുപേര് വിദേശത്തായിരുന്നു. രണ്ടുപേര് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് എയർപോർട്ടിൽ ഇറങ്ങി. ഭാര്യയും ഭർത്താവും കൂടി കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, എനിക്ക് 1-2 സുഹൃത്തുക്കളെ കാണാനുണ്ട്, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അവൾക്ക് വണ്ടി അറേഞ്ച് ചെയ്തു കൊടുത്തു. പിന്നെ പ്രിയപ്പെട്ടവരെ, 6 മാസോ 7 മാസമായി അവനെ അവൾ ഇതുവരെ കണ്ടിട്ടില്ല. ഫോൺ വിളിച്ചാൽ എടുക്കില്ല, നമ്പർ ബ്ലോക്കാണ്. അവൻ തിരിച്ചുപോയി, അവളുടെ വിസ ക്യാൻസലായി. വഞ്ചനയുടെ പൊളിപ്പിന്റെ കഥകള് നമുക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്. ഈ വഞ്ചനയുടെ പൊളിപ്പ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ. ഒരു സഹോദരി അടുത്തിടെ പറഞ്ഞു, ഭർത്താവ് വിദേശത്താണ്, അവളും മക്കളും നാട്ടിലാണ്. കുറെ നാളായിട്ട് ഒരു വിളിയുമില്ല. എല്ലാ മാസവും കുറച്ച് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, ചെറിയ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ശമ്പളമുള്ള ജോലിയാണ്. അവൻ നാട്ടിൽ വന്നു, അവൾക്ക് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിട്ട് അവൻ തിരിച്ചുപോയി. ഇവള് 3 വർഷമായി ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. അവൻ നാട്ടിൽ വന്നതും കേസ് കൊടുത്തതും തിരിച്ചുപോയതും അവളും കുഞ്ഞുങ്ങളും അറിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജില്ല കണ്ണൂർ. അപ്പോൾ പ്രിയപ്പെട്ടവരെ പറയട്ടെ, വഞ്ചനയുടെ പുളിപ്പുണ്ടെന്നേ ഹൃദയത്തില്. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, യൂദാസിന്റെ ഈ വഞ്ചനയുടെ പുളിപ്പിന്, ഈ പുളിപ്പോടുകൂടെ ഇവിടെ ഇരുത്തിയിട്ട് കാര്യമില്ല, അവന്റെ കാല് കഴുകണം. കാല് കഴുകൽ അതുകൊണ്ടൊരു കുംഭസാരം പോലെയാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ പരസ്പരം കാല് കഴുകണം. ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. കാല് കഴുകണം എന്ന് പറഞ്ഞാൽ പരസ്പരം പാപങ്ങൾ പോക്കുന്നവരാകണം. അവന് കുറവുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയല്ല, അവന്റെ കുറവിന് നീ താലത്തിൽ വെള്ളമെടുത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിലെ ഹൃദയരക്തമെടുത്ത്, നിന്റെ ജീവനെടുത്ത് നീ അതുകൊണ്ട് പരിഹാരം ചെയ്ത് അപരനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ അന്യോന്യം ചെയ്യണം. അപ്പോൾ അങ്ങനെ ജീവൻ കൊടുത്ത് അപരന്റെ പാപം മോചിക്കുമ്പോ ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ അങ്ങനെ പരസ്പരം ജീവൻ കൊടുത്ത് സ്നേഹിക്കുമ്പോൾ, ക്ഷമിച്ച് അപരന്റെ പാപങ്ങൾക്ക് പരിഹാരമായി നിങ്ങൾ മാറുമ്പോൾ, നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകമറിയും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. യൂദാസിന്റെ ഹൃദയത്തില് വഞ്ചന മാത്രമല്ല, ധനമോഹത്തിന്റെ പുളിപ്പ് കൂടെയുണ്ട്. ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ നേടിയെടുക്കണം, ധനമോഹത്തിന്റെ പുളിപ്പ്. അതുകൊണ്ടാണ് മറിയം ഈശോയുടെ ശിരസിലേക്ക് ഒഴിച്ചത് 300 ധനാറയുടെ സുഗന്ധദ്രവ്യമാണ്. 300 ധനാറ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, 1 ധനാറ എന്ന് പറഞ്ഞാൽ 1 ദിവസത്തെ കൂലി. 300 ധനാറ എന്ന് പറഞ്ഞാൽ 300 ദിവസത്തെ കൂലി. 1 ദിവസത്തെ കൂലി 1000 രൂപ എന്ന് കണക്കാക്കിയാൽ 300 ദിവസത്തെ കൂലി എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? 3 ലക്ഷം രൂപയായി. 3 ലക്ഷം രൂപയുടെ സുഗന്ധദ്രവ്യം അവൾ തന്റെ ഒരു പെൺകുട്ടി തന്റെ വിവാഹത്തിന് വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ അവൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ സുഗന്ധദ്രവ്യം, 3 ലക്ഷം രൂപയുടെ സുഗന്ധദ്രവ്യം ഈശോയുടെ ശിരസിലേക്ക് അവൾ ഒഴിക്കുകയാണ്. അവളുടെ കുടം തകർത്ത് അവൾ ഒഴിക്കുകയാണ്. എനിക്കിനി ഒരു തുള്ളി ബാക്കി വേണ്ട. അപ്പോൾ യൂദാസ് പറഞ്ഞു, ഇത് പാഴാക്കി കളയണ്ട, ആവശ്യമില്ലായിരുന്നു. 3 ലക്ഷം രൂപയുടെ സുഗന്ധദ്രവ്യം ഒരാളുടെ തലയില്, അത് കർത്താവാണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും അത്രയൊന്നും ചെയ്യാൻ പാടില്ല, അല്ലേ? യൂദാസ് പറഞ്ഞ നമ്മളാണെങ്കിലും എന്ത് പറഞ്ഞാനെ?
3,00,000 സുഗന്ധദ്രവ്യം ഈശോയുടെ തലയിൽ കൊണ്ട് ഒഴിക്കാണ്. നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞാണ്? യൂദാസ് പറഞ്ഞതിന്റെ അപ്പുറം പറഞ്ഞാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് അതിന്റെ ഒരു പ്രാധാന്യം. അപ്പോൾ യൂദാസിന് ഈശോയ്ക്ക് അവൻ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ മറിയത്തിന്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് 3,00,000 അല്ല 30,00,000 ഒഴിച്ചാലും കുഴപ്പമില്ല എന്ന മനസ്സാണ്. എന്റെ ജീവിതം മുഴുവൻ, എന്റെ ഹൃദയം മുഴുവൻ അവന്റെ മുൻപിൽ ഉടച്ചു വാർത്താൽ അത് ലാഭമാണെന്ന് പറയുന്നവളാണ് മറിയം. ഹല്ലേലൂയ. ഈശോയ്ക്ക് കൊടുക്കുന്നത് നഷ്ടമാണെന്ന് പറയുന്നതാണ് യൂദാസ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പുളിപ്പ് ഈശോയ്ക്ക് വിലയിടാത്തതിന്റെ, ലോകത്തിന് ഭയങ്കര വില, ഈശോയ്ക്ക് വിലയില്ല എന്ന് പറയുന്ന ആ പുളിപ്പ് ആരുടെ ഹൃദയത്തിലുണ്ട്? നമ്മുടെ പലരുടെയും ഹൃദയത്തിലുണ്ട്. കർത്താവിന്റെ ആലയത്തിൽ പോയി ഇരിക്കുന്നതിന് വിലയില്ല, ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നതിനാണ് വില. ഒരു കൊച്ചിനോട് ചോദിച്ചു, എത്ര മണിക്കൂർ നേരം മൊബൈൽ നോക്കി ഇരിക്കുന്നുണ്ട്? 12 മണിക്കൂർ നേരം. എത്ര നേരം പ്രാർത്ഥന എത്തിക്കുന്നുണ്ട്? 15 മിനിറ്റ് നേരം. നിനക്ക് ആർക്കാണ് വില? നിന്റെ ഹൃദയത്തിൽ ആർക്കാണ് വില? ഹല്ലേലൂയ. ഈസ്റ്ററിന് നേർച്ചയിട്ടു. ഉദ്ധിതനായ ഈശോയുടെ രൂപത്തെ തൊട്ടുമുത്തി 50 രൂപ നേർച്ചയിട്ടു. ഹല്ലേലൂയ. ബിവറേജിൽ കൊണ്ടുപോയി നേർച്ചയിട്ടത് എത്രയാണ്? 1000 രൂപ ബിവറേജിലിട്ടു, 50 അല്ലേ? ദുഃഖ വെള്ളിയാഴ്ച കുരിശ് മുത്തിയപ്പോ 50 രൂപ ഇട്ടു. പിറ്റേ ദിവസം കൊണ്ടുപോയി നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ 1000 അതിൽ കൂടുതലും ഇട്ടു. ഹല്ലേലൂയ. നിനക്കാർക്കാണ് വില? യെസ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പുളിപ്പെന്ന് പറയുന്നത്. ലോകത്തിന് ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന മനോഭാവം. മൂന്നാമതായി പൊങ്ങച്ചത്തിന്റെ പുളിപ്പ്. പ്രിയപ്പെട്ടവരെ, ആ പൊങ്ങച്ചത്തിന്റെ പുളിപ്പ് നമ്മൾ കാണുന്നത് ആരിലാണ്? പത്രോസിലാണ്. പത്രോസ് ഒരു പൊങ്ങച്ചം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാമത്തെ തിരുവചനത്തിൽ പത്രോസ് പറയുന്ന പൊങ്ങച്ചമാണ്. യേശു അവരോട് പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പ് ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. ഹല്ലേലൂയ. അതെന്താണ്? ഒരു പൊങ്ങച്ചമാണ്. ഇവരൊക്കെ പോയാലുണ്ടല്ലോ, ഞാൻ പോലും. ഇവരൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ തെറ്റ് ചെയ്യല. ഞാൻ ആരാണ്? ഞാൻ വേറൊരു സംഭവമാണ്. ആരൊക്കെ പാപം ചെയ്താലും ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറയുന്ന പൊങ്ങച്ചത്തിന്റെ പുളിപ്പ് ആരുടെ ഉള്ളിലുണ്ട്? പത്രോസിന്റെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു അഹങ്കാരമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. റോമർ 10:3. 10:13 നമുക്കറിയാം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. 10:3 പറയുകയാണ്, ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങുന്നില്ല. ഹല്ലേലൂയ. അവര് വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഞാൻ ക്ലിയറാണ്, നമ്മളൊക്കെ ക്ലിയറാണ് അല്ലെ? ചില ആളുകൾ പറയാറില്ലേ, നമ്മളൊക്കെ ക്ലിയറാണ്. എന്ത് കാര്യത്തില്? ആ പറയുമ്പോ തന്നെ എന്തുണ്ട് ഹൃദയത്തില്? അഹങ്കാരമുണ്ട്. ഹല്ലേലൂയ. ഈശോ
അതിന് ആ പൊങ്ങച്ചത്തിന്റെ പുളിപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞ ഉദാഹരണമാണ് ഫരീസയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയത്. ഫരീസയൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് മുഴുവൻ പറയുകയാണ്. അപ്പൊ അവന്റെ ഉള്ളു നിറയെ പൊങ്ങച്ചത്തിന്റെയും പിന്നെ കുറച്ച് പരദൂഷണത്തിന്റെയും പുളിപ്പ് കിടക്കുകയാണ്. അതുകൊണ്ട് അവൻ പറയാണ്, ആ പുറകെ നിൽക്കുന്ന ആളെ പോലെയല്ല ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പെർഫെക്റ്റ് ആണ്, ആർക്കൊക്കെ കുറവ് വന്നാൽ എനിക്ക് കുറവുണ്ടാവുകയില്ല, നമ്മുടെ വിശ്വാസം ഭയങ്കര വിശ്വാസമാണ് എന്ന് സ്വയം പറയുന്നവരെ പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരു പാപവുമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാടാണ്. നമ്മൾ ആരാണ്? ഹല്ലേലൂയ. ഞാൻ ഒരു പാവം കുഞ്ഞാടാണെന്ന് പറയും. അടുത്ത ഒരു പുളിപ്പിനെ കുറിച്ച് പത്രോസിന്റെയും യോഹന്നാന്റെയും യാക്കോബിന്റെയും പ്രത്യേകമായി അലസതയുടെ പുളിപ്പ്. അല്ലേ, പരീക്ഷ ഒക്കെ കഴിഞ്ഞു, ഇനി മക്കള് എഴുന്നേക്കുന്ന സമയം എത്രയൊക്കെ ആയിരിക്കുമോ ആവോ? ഇല്ലേ, കാലത്ത് 6 മണിക്ക് കുർബാനയ്ക്ക് പോകാൻ എഴുന്നേക്കോ? ഇത്രയും ദിവസം പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു, ചാടി എഴുന്നേറ്റിരുന്നതാണ്. 3 മണിക്ക് എഴുന്നേറ്റതാണ്, 4 മണിക്ക് എഴുന്നേറ്റതാണ്. വേണോന്ന് വെച്ചാൽ എഴുന്നേക്കാൻ അറിയാം, ഇല്ലേ? ഇനിയിപ്പോ എഴുന്നേക്കുന്ന സമയം ഏതായിരിക്കും? അലസതയുടെ പുളിപ്പ്. പ്രിയപ്പെട്ടവരെ, ഈശോ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗെത്സമിൻ തോട്ടത്തിലേക്ക് പോയി. അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെ കിടന്ന് ഉറങ്ങി. എന്ന് വച്ചാൽ അവരുടെ ഉള്ളിൽ ഏത് പുളിപ്പുണ്ട്? അലസതയുടെ പുളിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അധികാരമോഹത്തിന്റെ പുളിപ്പുണ്ട്. ഇലക്ഷൻ നടക്കാണ്, അല്ലേ? ഇലക്ഷൻ നടക്കുമ്പോ സീറ്റ് കിട്ടിയവരുണ്ട്, സീറ്റ് കിട്ടാത്തവരുണ്ട്. അപ്പൊ സീറ്റ് കിട്ടിയവര്, സീറ്റ് കിട്ടാത്തവര്, അധികാരമോഹത്തിന്റെ പുളിപ്പുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബും യോഹന്നാനും കൂടെ ഈ അധികാരമോഹത്തിന്റെ പുളിപ്പുമായിട്ട് ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇടത്തും വലത്തും ഇരിക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞു, ചാൻസ് വേണമെന്ന് പറഞ്ഞു. എന്തുള്ളത് കൊണ്ടാണ്? അധികാരമോഹത്തിന്റെ പുളിപ്പുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇനി മറ്റൊരു പുളിപ്പാണ് കോപത്തിന്റെ പുളിപ്പ്. അധികാരമോഹത്തിന്റെ പുളിപ്പ് ഇത്ര മതി. അടുത്തൊരു പുളിപ്പ് ഏതാണ്? കോപം. ഭയങ്കര ദേഷ്യമാണ്, പെട്ടെന്ന് ചൂടാവും. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ അമ്മ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞ് ചൂടാവുന്ന പിള്ളേരുണ്ട്. ഹല്ലേലൂയ. അപ്പോ കോപത്തിന്റെ പുളിപ്പ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ വഴക്കുകളാണ്. ഈശോയും ശിഷ്യന്മാരും കൂടെ സമരിയായിലൂടെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിലേ പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ 2 വന്ന് പറയാണ്, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ ദഹിപ്പിച്ച് കളയട്ടെ. ശിഷ്യന്മാരുടെ ഉള്ളിൽ ഏത് പുളിപ്പ് കിടക്കുന്നുണ്ട്? കോപത്തിന്റെ പുളിപ്പ് കിടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലും ഏത് പുളിപ്പുണ്ട്? കോപത്തിന്റെ പുളിപ്പുണ്ട്. പക്ഷേ ചേച്ചി പറഞ്ഞു, അച്ഛാ എന്റെ ഉള്ളിലേ ഇങ്ങനെ തളച്ച് 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 വരും. അപ്പൊ ചേച്ചി എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യൂല, ഞാൻ കുറച്ചു നേരം എവിടെയെങ്കിലും പോയി അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പൊട്ടിക്കരയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോപം ഉള്ളിൽ തിളച്ച് മറിഞ്ഞു വന്നതാണ്, പക്ഷെ ചെയ്തത് എന്താണ്? പൊട്ടിക്കരഞ്ഞു. ദേഷ്യം വന്ന് പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ കോപത്തിന്റെ പുളിപ്പ്. ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ടവരെ, അപ്പൊ ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള മറ്റൊരു പുളിപ്പാണ് അഹങ്കാരത്തിന്റെ പുളിപ്പ് എന്ന് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 22:24.
തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. എന്തുകൊണ്ടാണ് ആരാണ് വലിയവൻ എന്ന തർക്കമുണ്ടാകുന്നത്? അഹങ്കാരമുള്ളതുകൊണ്ടാണ്, അല്ലേ? നീയോ ഞാനോ? ഈ വീട്ടിൽ ഞാൻ പറയുന്നതോ നീ പറയുന്നതോ ഇപ്പറിയണം. ഹല്ലേലൂയ. അപ്പോൾ അഹങ്കാരത്തിന്റെ പൊളിപ്പ് ആരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു? ശിഷ്യന്മാരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിലും. സ്വരത്തിൽ പറഞ്ഞേ, തിരുമുടി സ്വരത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ അഹങ്കാരത്തിന്റെ പൊളിപ്പ്, ആരാണ് വലിയവൻ എന്ന ഒരു തർക്കമുണ്ടായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരെ ഈ ഭക്ഷണത്തിനിരുത്തുന്നതിന് മുമ്പ് ഏത് പുളിപ്പ് കഴുകി മാറ്റണം? അഹങ്കാരത്തിന്റെ പുളിപ്പ് കഴുകി മാറ്റണം. അതിന് ഈശോ എന്ത് ചെയ്യണം? സ്വയം താഴണം. ഈശോ താഴ്ന്ന് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാല് കഴുകുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഏത് പുളിപ്പ് മാറും? ഏത് പുളിപ്പ് മാറും? അവരുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെ പുളിപ്പ് മാറും. ഈശോ തന്റെ സ്ഥാനം വിട്ട്, ഈശോ തന്റെ ഒന്നാം സ്ഥാനം വിട്ട് ഇവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കാല് കഴുകുമ്പോ അധികാരമോഹത്തിന് വേണ്ടിയുള്ള അവരുടെ ഉള്ളിലെ എന്ത് മാറും? പുളിപ്പ് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ ഇവരുടെ മുമ്പിൽ ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള അലസതയുടെ പുളിപ്പ് മാറും. ഈശോ കാല് കഴുകുമ്പോ ഈ പുളിപ്പുകൾ മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു പുളിപ്പാണ്, 9ാമത്തെ പുളിപ്പാണ് പ്രിയപ്പെട്ടവരെ, അവിശ്വാസത്തിന്റെ പുളിപ്പ് എന്ന് പറയുന്നത്. ഏത് പുളിപ്പാണ്? അവരുടെ ഉള്ളിൽ അവിശ്വാസത്തിന്റെ പുളിപ്പുണ്ടായിരുന്നു. ഈശോ താൻ 3-ാം ദിവസം ഉയർക്കുമെന്ന് പറഞ്ഞത് അവർ വിശ്വസിച്ചോ? ഇല്ല. അതുകൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റെന്ന് കേട്ട് കഴിഞ്ഞപ്പോ കൊള്ളാം, നല്ല കാര്യം, നമുക്ക് മീൻ പിടിക്കാൻ പോകാം. അവരുടെ ഉള്ളിൽ അവിശ്വാസത്തിന്റെ പുളിപ്പുണ്ടായിരുന്നു. ഈശോ പറഞ്ഞതെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 10ാമത്തെ പുളിപ്പാണ് നിരാശയുടെ പുളിപ്പ്. ഏതാണ് പുളിപ്പ്? ചില നേരങ്ങളിലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എന്ത് കയറി വരാറുണ്ട്? നിരാശ കയറി വരാറുണ്ട്. കൊച്ചു പറഞ്ഞു വെച്ചാൽ ഡിപ്രഷൻ കയറി വരികയാണ്. ആര് കയറി വരുന്നു? നിരാശ കയറി വരികയാ. ഹല്ലേലൂയ. എന്തോർത്തിട്ട്? പരീക്ഷ നന്നായിട്ട് എഴുതിയില്ല എന്ന് ഓർത്തിട്ട് നിരാശ കയറി വരികയാണ്. അച്ഛൻ പറഞ്ഞ മോളെ പേടിക്കണ്ട, നിരാശ കയറി വരുന്ന നിരാശയോട് ഇറങ്ങിപ്പോകാൻ പറ. നിരാശയുടെ പുളിപ്പ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളിലുണ്ടായിരുന്നത് ഏത് പുളിപ്പാണ്? ഇതൊറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല. നിരാശ എന്ന് പറയുന്നത് അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെ ബ്രെയിനിൽ ഫോം ചെയ്യുന്ന ഒരു സ്വഭാവമല്ല. നിരാശയുടെ പുളിപ്പുണ്ട്. എന്തുകൊണ്ടാണ് നിരാശ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? നിരാശയെ അതിജീവിക്കേണ്ടത് പ്രത്യാശ കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവരുടെ ഉള്ളിൽ നിരാശയുടെ പുളിപ്പുണ്ട്. മറ്റൊരു പുളിപ്പാണ് ഭയത്തിന്റെ പുളിപ്പ്. പേടി, ഭയങ്കര പേടിയാണ്. രാത്രിയായാൽ പേടി, നേരം വെളുത്താ പേടി. ആരെങ്കിലും പുറകിൽ നിന്നും തുമ്മിയാ പോലും ഞെട്ടുന്ന ആളുകളുണ്ട്, ഇല്ലേ? ഭയങ്കര പേടിയാണ്. സ്വപ്നം കണ്ടതിനെ കുറിച്ച് പേടി, ശരിക്കും കണ്ടതിനെ കുറിച്ച്. പാമ്പ് വരും, പുലി വരും, പോലീസ് വരും, അങ്ങനെ എന്തോരം പേടികളാണ് മനസ്സിലെ. ഇങ്ങനെ പേടിയുള്ളവര് ചില നേരത്ത് പോലീസ് വരുന്നേ എന്ന് പറഞ്ഞ് ഓടിയിട്ട് കട്ടിലിൽ നിന്ന് മറിഞ്ഞു വീഴുന്നൊക്കെ കേട്ടു. ഞങ്ങൾ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോ രാത്രി ഒരു സ്വരം
സ്വരം ഇങ്ങനെയാണ്: സിസ്റ്റർ അബിയെ കൊന്നത് ഞാനല്ലേ, സിസ്റ്റർ അബിയെ കൊന്നത് ഞാനല്ലേ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇയാൾ പുറകിൽ കൂടെ പോലീസ് ഓടി വരുന്നുണ്ടെന്ന് വിചാരിച്ച് ഓടുകയാണ്. ഓടി ഓടി കട്ടിലിൽ നിന്ന് മറിഞ്ഞു വീണു. മറിഞ്ഞു വീണപ്പോ എന്നെ പിടിക്കല്ലേ, എന്നെ പിടിക്കല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വപ്നത്തിലും ഉറക്കത്തിലും ഉണർവിലും ഭയത്തിൽ ജീവിക്കുന്നവരുണ്ട്. ഈശോ നമ്മുടെ കാലിൽ നിന്ന് ആ ഭയത്തിന് പകരമാണ് ഈശോ പറയുകയാണ്. ഈശോ അന്ത്യത്താളം തുടങ്ങുമ്പോ തന്നെ പറയുകയാണ്: നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ വേണ്ട. ഭയത്തിന്റെ പുളിപ്പ് ഈശോ തന്റെ വചനമയച്ച് എടുത്തു മാറ്റുകയാണ്. ഈശോ നമ്മുടെ കാല് കഴുകുന്നതിന് ഉപയോഗിക്കുന്ന വെള്ളമേതാണ് പ്രിയപ്പെട്ടവരെ? ഈശോ നമ്മുടെ കാല് കഴുകുന്നതിന് ഉപയോഗിക്കുന്ന ജലമെന്ന് പറയുന്നത് വചനമെന്ന് പറയുന്ന ജലമാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-ാമത്തെ തിരുവചനം വായിക്കാം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അതായത് ഈശോ അവരുടെ കാല് കഴുകിയതിന് ശേഷം പറഞ്ഞതാണ്: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വലത് കരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പിതാവിനോട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം വന്ന് വീണ് നമ്മൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ പുളിപ്പ് മാറും. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ. നമ്മുടെ ഉള്ളിലെ പുളിപ്പ് മാറുമ്പോൾ നമ്മൾ പുളിപ്പില്ലാത്ത മാവായി മാറും. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ. പുളിപ്പില്ലാത്ത മാവിന്റെ പേരെന്താണ്? യേശു ക്രിസ്തു എന്നാണ്. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ. അതായത് നീ പുളിപ്പില്ലാത്ത മാവ്, നീ ക്രിസ്തുവായി മാറും. ഈശോ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയത് അവരെ ഓരോരുത്തരെയും ക്രിസ്തുവാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ. ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, ഈ കാല് കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു മാറ്റി നിർത്തൽ ശുശ്രൂഷയാണ്. an act of separating you from the world. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം മാറ്റി നിർത്തിയതുപോലെ കർത്താവ് നിന്റെ പാദം കഴുകി നിന്നെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തുകയാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അച്ഛൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എന്നെങ്കിലും ഈശോ നിങ്ങളുടെ പാദങ്ങൾ എന്നെങ്കിലും കഴുകി നിങ്ങളെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ടോ? എപ്പോഴാണ് ഈശോ നിങ്ങളുടെ പാദം കഴുകിയത്? മാമോദീസ ഒരു പാദം കഴുകലാണ്. കുരിശ് മരണം, ഈശോ തന്റെ കുരിശ് മരണത്തിലൂടെ ലോകത്തിന്റെ മുഴുവൻ പാദം കഴുകുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കരുത് പള്ളിയിൽ 12 പേരെ തെരഞ്ഞെടുത്തു, അവരുടെ പാദമാണ് കഴുകപ്പെട്ടതെന്ന്. നമ്മളുടെ ഓരോരുത്തരുടെയും പാദം കഴുകപ്പെട്ടതിന്റെ, ഹൃദയം കഴുകപ്പെട്ടതിന്റെ ഒരു പ്രതീകാത്മകമായ ആവർത്തനമാണ്, പ്രതീകമാണ് 12 പേരുടെ പാദങ്ങൾ ദേവാലയത്തിൽ നാളെ കഴുകപ്പെടുന്നത്. അയ്യോ, ഞങ്ങളെ തെരഞ്ഞെടുത്തില്ലല്ലോ എന്നാരും വിചാരിക്കരുത്. എല്ലാവരെയും, ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഈശോ ഇതാ തന്റെ ഹൃദയ രക്തം കൊണ്ട് പാദം കഴുകി ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ.
ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാവശ്യവും നമ്മൾ വചനം കേൾക്കുമ്പോ, ഓരോ വ്യാഴാഴ്ചയും ഇവിടെ നടക്കുന്നത് ഒരു കാല് കഴുകൽ ശുശ്രൂഷയാണ്. ഓരോ വ്യാഴാഴ്ചയും, പെസഹ വ്യാഴാഴ്ച മാത്രമല്ല, ഓരോ വ്യാഴാഴ്ചയും ഈ ദേവാലയത്തിൽ നടക്കുന്നത് കാല് കഴുകൽ ശുശ്രൂഷയാണ്. എങ്ങനെയാണ് കാല് കഴുകുന്നത്? ഈശോ തന്റെ വചനമയച്ച് നമ്മുടെ കരളിലെ കറ നീക്കിക്കളയുന്ന കാല് കഴുകൽ ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം അധ്യായം 10 വായിക്കാം. ഹെബ്രായർ 10:10. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചേ. ആഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടത്? യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ കാലിൽ വെള്ളം വീണത് വഴിയല്ല, ഈശോയുടെ ശരീരം എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ടത് വഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മാറ്റി നിർത്തപ്പെടുക എന്നതാണ്. ഹോളി എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുക എന്നതാണ്. സാങ്ക്ടിഫൈഡ്, സാങ്ക്തും എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെട്ടത്. എന്തിനു? വലതുകരമരുത് വീശിക്കൊണ്ട് ഏറ്റു പറയാം. ആഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി ഒരാൾക്കും പറയാൻ കഴിയുകയില്ല എന്റെ കാല് കഴുകിയിട്ടില്ല. ഈശോ തന്റെ കുരിശിലെ മരണം വഴി നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്നു. പത്രോസിനെ മാറ്റി നിർത്തിയതുപോലെ, പൗലോസിനെ മാറ്റി നിർത്തിയതുപോലെ. നമുക്കറിയാം, അന്ത്യത്താഴവേളയിൽ പൗലോസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? പക്ഷെ പൗലോസിനും എന്ത് കിട്ടി? ഈശോയുടെ ആ കാല് കഴുകൽ ശുശ്രൂഷയുടെ പങ്ക് കിട്ടി, പാർട്ടിസിപ്പേഷൻ കിട്ടി, ഷെയർ കിട്ടി. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാവുകയില്ല. പൗലോസ് പങ്കുകാരനായി, രക്തസാക്ഷികള് ഈശോയോടുകൂടെ പങ്കുകാരായി, അമ്മ ത്രേസ്യ ഈശോയോടുകൂടെ പങ്കുകാരിയായി, വിശുദ്ധര് ഈശോയുടെ കൂടെ പങ്കുകാരായി. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഈശോയോട് കൂടെ ഷെയർ ഹോൾഡേഴ്സ് ആവുകയാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ ഒടുവിലായി നമ്മൾ ചോദിക്കും, ഏത് കാര്യത്തിലാണ് നമ്മൾ പങ്കുകാരാകുന്നത്? അല്ലെ, നമ്മൾക്ക് ഷെയർ കൂടാം എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കും, ഏത് കാര്യത്തിലാണ്, ഏത് ബിസിനസ്സിലാണ് നമ്മൾ ഈശോയോടുകൂടെ ഷെയർ എടുത്തത്? ഈശോയോടുകൂടെ നമ്മൾ ഷെയർ എടുത്ത ബിസിനസ് ഏതാണ്? പ്രിയപ്പെട്ടവരെ, ആ ബിസിനസ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ബിസിനസ്സാണ്. ആ ബിസിനസ് എന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്ന ഒരു വ്യാപാരമാണ്. പിതാവായ ദൈവത്തിനു വേണ്ടി മനുഷ്യനെ വീണ്ടും നേടിയെടുക്കുക എന്ന കാര്യത്തിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാകണമെങ്കിൽ ഞാൻ നിന്റെ കാല് കഴുകിയേ മതിയാകൂ. ഹല്ലേലൂയ. അപ്പോൾ ഷെയർ ഇൻ ഹിസ് മിനിസ്ട്രി, ശുശ്രൂഷയിലുള്ള പങ്കാളിത്തം. ഈശോയുടെ ശുശ്രൂഷ ഏതാണോ ആ ശുശ്രൂഷയിൽ ഇനി ഞാനും പങ്കുകാരനാണ്. ഷെയർ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അവകാശമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതൊരു ഉത്തരവാദിത്തമാണ്. എനിക്ക് ഈശോയോട് കൂടെ പങ്കുണ്ട്, ഷെയറാണ്, അവകാശമാണ്. ഓൾസോ എ റെസ്പോൺസിബിലിറ്റി. എന്തിനു വേണ്ടി? നീ ഈശോ ചെയ്തതുപോലെ ചെയ്യാൻ, നീ ഈശോ മരിച്ചതുപോലെ മരിക്കാൻ.
ഇല്ലേ? നമ്മൾ ഒരു 3 പേര് കൂടെ ഒരു ബിസിനസ് ഷെയർ കൂടി തുടങ്ങി, ഒരാൾ മാത്രം പണിയെടുക്കുന്നു, ബാക്കി 2 പേരും കിടന്നുറങ്ങിയാൽ ശരിയാവോ? 3 പേരും ഒരുപോലെ പണിയെടുക്കണം. ഒരാൾ പണിയെടുത്തതുപോലെ ബാക്കി 2 പേരും പണിയെടുക്കണം. ഈശോ പണിയെടുത്തതുപോലെ നമ്മളും പണിയെടുക്കാനുള്ള ഒരു ഷെയർ കിട്ടുന്നുണ്ടോ? കൂടിപ്പോയോ? നിർത്തട്ടെ, സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അപ്പോൾ മിനിസ്ട്രിയിലുള്ള പങ്കാളിത്തം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഡെസ്റ്റിനിയിലുള്ള ഒരു പങ്കാളിത്തം കൂടിയുണ്ട്. എ ഷെയർ ഇൻ ഹിസ് ഡെസ്റ്റിനി. Not only a share in his ministry, but also a share in his destiny. നമ്മൾ പണിയെടുക്കുന്നതിൽ മാത്രമാണോ ഷെയർ? പ്രോഫിറ്റിലും ഷെയർ വേണ്ടേ? അങ്ങനെയല്ലേ ബിസിനസ്? പണിയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഷെയർ ഒന്നും കിട്ടുന്നില്ല. മിനിസ്ട്രിയിൽ പങ്കുകാരാകുന്നവർക്ക് ഡെസ്റ്റിനിയിൽ പങ്കുകാരാകാൻ പറ്റും, ഷെയർ കിട്ടും. എന്താണ്, ഏത് കാര്യത്തിലാണ് നമ്മൾ ഷെയർ എടുക്കുന്നത്? ഈശോ ഈ പണി മുഴുവൻ എടുത്തിട്ട് ഈശോയ്ക്ക് കിട്ടിയ ലാഭം എന്താണ്? ഈശോ പിതാവിന്റെ വലതുഭാഗത്തേക്ക്, അവിടുത്തെ മടിത്തട്ടിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈശോ ദൈവീക ജീവനിൽ ലയിച്ചു ചേർന്നു. നമ്മളും ഈശോയെ പോലെ ഈ ഭൂമിയിൽ പങ്കുകാരായി ജീവിച്ച ഒടുവിൽ നമുക്കെന്ത് സംഭവിക്കും? സ്വർഗാരോഹണം സംഭവിക്കും. പിതാവിന്റെ വലതുഭാഗത്ത് ഈശോ പറഞ്ഞു, വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ തിരുവചനം, വിജയം വരിച്ച് ഞാൻ പിതാവിന്റെ വലതുഭാഗത്ത് അവിടത്തെ ഓടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവരെ ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കാലുകഴുകൽ ശുശ്രൂഷയുടെ പരിസമാപ്തി എവിടെയാണ്? കാലുകഴുകൽ ശുശ്രൂഷയുടെ പരിസമാപ്തി എവിടെയാണ്? അത് സ്വർഗാരോഹണത്തിലാണ്. അത് പിതാവിന്റെ വലതുഭാഗത്ത് ഈശോ ഇരിക്കുന്നതോടൊപ്പം നമ്മളും ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷയുടെ ഫൈനൽ റിസൾട്ട് വെളിപ്പെടുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരായി മാറണം? പുളിപ്പില്ലാത്തപ്പമായി മാറണം. പുളിപ്പില്ലാത്തപ്പത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് നമ്മൾ പുളിപ്പില്ലാത്തപ്പമായി മാറണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പിള്ളേർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഏതെങ്കിലും വേറെ ആരെങ്കിലും നല്ല ഡ്രസ്സിട്ട് വെള്ള ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, കൊച്ചുങ്ങളുടെ കാര്യമാണ്, അവർക്ക് ഇഷ്ടപ്പെടില്ല. വേഗം പോയി കുറച്ച് അഴുക്ക് കൊണ്ട് അവിടെ തേച്ച് വെക്കും, ഷർട്ട് അഴുക്കാക്കും. അങ്ങനെ കുറച്ച് പിള്ളേരുണ്ട്, കണ്ടോ? ആരെങ്കിലും നല്ല ഡ്രസ്സ് അഴുക്കായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ പ്രശ്നമില്ല, ആശ്വാസമായി. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ പിശാചിന്. നമ്മൾ നല്ല വസ്ത്രമിട്ട് നടക്കുന്നത് കാണുന്നത് ആർക്കിഷ്ടമല്ല? പിശാച് നമ്മൾ നല്ല വസ്ത്രമിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അത് ചീത്താക്കാൻ വരും. അതുകൊണ്ടാണ് പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും കഴിഞ്ഞ് നമ്മൾ നല്ല വസ്ത്രമിട്ട് ഇങ്ങനെ നല്ല സൂപ്പറായിരിക്കുന്ന സമയത്ത് പിശാച് പറയും, നൊയമ്പ് അവസാനിച്ചു, ഇനി കുപ്പി പൊട്ടിക്കാം. കുപ്പി പൊട്ടിച്ച് 2 കുടിച്ചു കഴിഞ്ഞ് നമ്മൾ ഡ്രസ് അഴുക്കായാൽ പിന്നെ ആശ്വാസമായി. അതുകൊണ്ടാണ് ഈസ്റ്ററിന് വലിയ തോതിൽ മദ്യപാനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നമ്മുടെ കാല് കഴുകി, തന്റെ ജീവരക്തം കൊണ്ട് കാല് കഴുകി വൃത്തിയാക്കി തന്ന ഈ ആത്മാവിൽ കളങ്കം വീഴാതെ സൂക്ഷിക്കാൻ. ഇത് ദുഃഖ വെള്ളിയാഴ്ചത്തെ മാത്രം കാര്യമല്ല, നമ്മൾ കുമ്പസാരിച്ച് അതിന് ശേഷമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ നല്ല വൃത്തിയായിട്ട് നടക്കുന്നത് കാണാൻ പിശാച് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ണുകളടക്കാം. നമ്മൾ ഈ 1 മണിക്കൂറിലധികം സമയം ഇന്ന് ധ്യാനിച്ച ഈ വചനങ്ങൾ പുളിപ്പില്ലാത്ത അപ്പമായി മാറേണ്ടതിനെ കുറിച്ചുള്ള വളരെ വേഗത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഒന്നും ഡീറ്റെയിൽഡായിട്ട് പറയാതെ
പോയിന്റ് മാത്രം പറഞ്ഞ് അലക്കെട്ട് പറഞ്ഞ് പോയ ഒരു പ്രഭാഷണമാണ്. നമ്മുടെ മനസ്സിൽ ഇത് ആഴത്തിൽ പതിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. വചനം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ മാംസം ധരിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ പീഡാനുഭവത്തിന്റെ ഫലമായി നമുക്ക് സംലഭ്യമാകുന്ന ആ വിശുദ്ധീകരണത്തിന്റെ ഓർമ്മകൾ നമ്മളിൽ മാംസം ധരിക്കട്ടെ. ഈശോ കാല് കഴുകിയത് കുരിശിൽ തന്റെ രക്തം ചിന്തിക്കൊണ്ടാണ്. നമ്മുടെ പാപത്തിന്റെ കറകൾ അവിടുന്ന് എടുത്ത് മാറ്റിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവമക്കൾ കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.